തീർച്ചയായിട്ടും ഗൾഫ് മേഖലയിൽ തിരിച്ചടി എന്നത് വളരെ പ്രസക്തമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാരണം ഈ ഗൾഫ് മേഖല ഇതിന്റെ ഈ യുദ്ധത്തിന്റെ ഒരു കൊളാറ്ററൽ വിക്ടിമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ തീർച്ചയായിട്ടും ആ മേഖലയിലെ വലിയ പ്രതിസന്ധി നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഒരർത്ഥത്തിൽ അമേരിക്ക വിജയം ആവർത്തിച്ച് പറയുമ്പോഴും ഇറാൻ പരാജയം സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം. അമേരിക്ക നമ്മളെ പല ഘട്ടത്തിലും പല ഇറാൻ സംഗതികളും തകർത്തു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇറാൻ അത് സമ്മതിക്കുന്നില്ല. അതിനുള്ളൊരു പ്രധാന കാരണം ഈ ഹോർമൂസ് കടലിടുക്കിൽ ഇറാന് കൈവന്ന ഒരു ആധിപത്യം തന്നെയാണ്. അതാണ് ഇപ്പൊ ലോക സമ്പദ് വ്യവസ്ഥതയെ ഒരു തരത്തിൽ പിടിച്ച് വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഇറാന്റെ കയ്യിലെ ഒരു ആയുധവും ഇപ്പോൾ. ഇതാണ് ഈ യുദ്ധത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ അമേരിക്ക പിൻവാങ്ങാൻ തയ്യാറാണെങ്കിൽ പോലും ഇറാൻ ഈ സന്ദർഭത്തിൽ അത്ര എളുപ്പം പിൻവാങ്ങുന്ന ഒരു ലക്ഷണമില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഈ പ്രതിഫലനങ്ങളാണ് ഇപ്പൊ ഈ മേഖലയിൽ കാണുന്നത്. ഇതിലൊരു പ്രധാന പോയിന്റ് കൂടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഈ അമേരിക്കയുടെയും അല്ലെങ്കിൽ ഇസ്രായേലിന്റെയും ഈ രണ്ട് പേരാണ് ഇറാനിൽ യുദ്ധം ചെയ്യുന്നത്. ഇവർക്ക് രണ്ടിന്റെയും യുദ്ധത്തിന്റെ ഉദ്ദേശം എന്നത് രണ്ടും രണ്ടാണ്. അമേരിക്കയുടെ ഉദ്ദേശം എന്നത് ഇറാനെ തൽക്കാലം വീക്കൻ ചെയ്യുക എന്നുള്ളതാണെങ്കിൽ ഇസ്രായേലിന് അതിൽ കവിഞ്ഞ ഒരു ഉദ്ദേശം നിലനിൽക്കുന്നുണ്ട്. അതായത് ഇസ്രായേലിന്റെ ഈ മേഖലയിലെ ശത്രു രാജ്യങ്ങളെ എല്ലാം അടിച്ചമർത്തുക എന്നുള്ള ഒരു വലിയ താല്പര്യം ഇസ്രായേലിന്റെ മുന്നിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഇത് ഒരു അവസരമായി എടുത്തുകൊണ്ട് ഇറാനെ മാത്രമല്ല ഇപ്പോൾ ബെയ്റൂത്തിലും അതേപോലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇസ്രായേൽ വലിയ രീതിയിൽ കടന്നാക്രമണം നടക്കുന്നുണ്ട്. ഇപ്പൊ ലെബനോണിലൊക്കെ ഏകദേശം 1500ഓളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഒരു 30 ദിവസത്തിനുള്ളിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ആ മേഖലയിൽ ഒട്ടാകെ വരുന്നുണ്ട്. ഈ ഇസ്രായേലിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വരുന്നുണ്ട്, ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷെ അതിന്റെ വാർത്തകളൊന്നും കൃത്യമായി വരുന്നില്ല എന്നുള്ള ഒരു വസ്തുത കൂടിയുണ്ട്. കാരണം ഇസ്രായേലില് ഈ ഇഞ്ചുറി അല്ലെങ്കിൽ പരിക്ക് പറ്റിയ ആളുകളുടെ എണ്ണം ഏകദേശം 7000 ആണെങ്കിലും കൊല്ലപ്പെട്ടത് കേവലം 24 അപ്പം അതിന്റെ ഡാറ്റ നമുക്ക് അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ പലപ്പോഴും അതൊരു മാച്ച് ചെയ്യാത്ത രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം UAE-യിലൊക്കെ 190 അല്ലെങ്കിൽ 200 പേർക്കാണ് പരിക്ക് പറ്റിയത്. പക്ഷേ 12ഓളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മേഖലയിൽ നിന്നുള്ള കൃത്യമായ വാർത്തകൾ പുറത്തെത്താത്തതും ഒരു വിഷയമാണ്. ഇപ്പം നിങ്ങൾ ചോദിച്ച പോലെ ഇതിലെ ഏറ്റവും പ്രധാന കൊളാറ്ററൽ വിക്ടിംസ് എന്നത് ഈ അറബ് മേഖല തന്നെയാണ്. അവർക്ക് 2-3 തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പം അനുഭവിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ യുദ്ധത്തിന്റെ ബോംബിങ്ങിന്റെ ഒരു വശം, അതുകൂടാതെ ഇപ്പോൾ അവിടെ കുടിവെള്ള നേരെയുള്ള ആക്രമണങ്ങൾ, എനർജി സൈറ്റിന് നേരെയുള്ള ആക്രമണങ്ങൾ. ഇനി നോക്കുകയാണെങ്കിൽ ആ മേഖലയെ മൊത്തത്തിൽ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ഇറാൻ കഴിഞ്ഞ 30-40 വർഷമായിട്ട് ഉപരോധത്തിന്റെ അടിപ്പെട്ടിരിക്കുന്ന രാജ്യമാണ്. പക്ഷേ ഈ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ഗൾഫ് മേഖല എന്നത് ഈ ലോകത്തിന്റെ തന്നെ ഒരു സാമ്പത്തിക കേന്ദ്രമാണ്. അവിടെ നടക്കുന്ന ചെറിയ ആക്രമണങ്ങൾ പോലും ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. അതാണ് ഇപ്പോൾ ഈ യുദ്ധത്തിന്റെ ഒരു കൊളാറ്ററൽ പ്രശ്നമായി നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.